നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സകല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ദൈവം നന്മയാക്കി മാറ്റാൻ പോവുകയാണ്. അതിനി പിശാച് കൊണ്ടുവരുന്നതോ ശത്രു കൊണ്ടുവരുന്നതോ ആയ യുദ്ധങ്ങളോ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ ആണെങ്കിലും അതും ദൈവത്തിന് നന്മയാക്കി മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. എല്ലാം നന്മയ്ക്ക് വേണ്ടി അല്ല പോരാടുന്നെങ്കിലും ദൈവത്തിന് സകലതും നന്മയാക്കി മാറ്റാൻ പറ്റും. കാരണം ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നത് കൊണ്ടും ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ദൈവം എനിക്ക് എല്ലാം നന്മയാക്കി മാറ്റും. ഇത് ദൈവത്തിന്റെ പ്രോമിസാണ്. റോമാലേഖനം 8:28 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഈ വാക്കൊന്ന് പറയണം, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അപ്പൊ ഈ വചനം ഞാൻ ഏറ്റു പറയുമ്പോൾ ചിലപ്പോൾ ചോദിക്കും, ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി, ഒരു മരണമുണ്ടായി, ഒരു നഷ്ടമുണ്ടായി, ആർക്കും പരിഹരിക്കാൻ കഴിയാത്ത വലിയ ലോസ്, നഷ്ടം എനിക്ക് സംഭവിച്ചു, വേദന സംഭവിച്ചു, ഇത് നന്മയ്ക്കാണോ? നന്മയ്ക്കാണോ എന്ന് ചോദിച്ചാൽ പ്രഥമദൃഷ്ടിയെ നമുക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിലും ദൈവത്തിന് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കാൻ പറ്റും. ഹല്ലേലൂയ. പിശാച് നിങ്ങളുടെ കുടുംബത്തെയോ നിങ്ങളെയോ തകർക്കാനുണ്ടോ എന്നൊരു പദ്ധതിയായിരിക്കാം, തന്ത്രമായിരിക്കാം. പക്ഷെ അത് നിങ്ങൾക്ക് പിന്നീട് ഗുണമാക്കി ദൈവത്തിന് മാറ്റാൻ പറ്റും, അതേത് രീതിയിലാണെങ്കിലും. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ ദൈവം എനിക്ക് നന്മയ്ക്ക് വേണ്ടി ചെയ്യുള്ളൂ നമ്മൾ പറയണം. നമുക്ക് അങ്ങനെ തോന്നുകയില്ല ആ സാഹചര്യത്തോട് പോകുമ്പോൾ, ഇങ്ങനെയൊക്കെ ദൈവം ചെയ്യുവോ, ഇങ്ങനെയൊക്കെ എന്നെ കടത്തി വിടണോ? ഇപ്പൊ യേശു തന്നെ ക്രൂശീകരണ സമയത്തും ഗെത്സമനയിൽ വെച്ചും ഒക്കെ ഗെത്സമനയിൽ വെച്ച് പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ദൈവ ഇഷ്ടം ക്രൂശീകരണം തന്നെയായിരുന്നു. എന്നാൽ എബ്രായ ലേഖനം 2 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക, അവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ഹല്ലേലൂയ. അനേകരെ തേജസ്സിലേക്ക് നയിക്കുവാൻ, അനേകർക്ക് ജീവൻ കൊടുക്കുവാൻ, അനേകരുടെ മരണം മാറ്റുവാൻ യേശു ക്രൂശീകരണത്തിലൂടെ കടന്നു പോകേണ്ടത് യുക്തമായിരുന്നു. അപ്പൊ അത് നന്മയാക്കി മാറ്റി, ആ ക്രൂശീകരണവും ആ പ്രായശ്ചിത്ത മരണവും ബലിയും ദൈവം നന്മയാക്കി മാറ്റുകയാണ്. വിശ്വസിക്കുന്നവർക്ക് അവന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാർക്ക് ദൈവം നന്മയാക്കി മാറ്റുകയായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾ കൊടുക്കുന്ന കഷ്ടത എന്ന് പറയുന്നത് ഒരു വലിയ വില, നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടതകൾ വലിയൊരു വില കൊടുപ്പാണ്. ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ തലമുറയിലോ നിങ്ങൾക്കോ ഏതെങ്കിലും തരത്തിൽ അത് നന്മയ്ക്കാക്കി ദൈവത്തിന് മാറ്റാൻ പറ്റും. ഹല്ലേലൂയ. നന്മയ്ക്ക് വേണ്ടി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവം. പിശാച് ചിലപ്പോൾ നമുക്കെതിരെ നാളുകളായി ഭീഷണിയുമായിട്ട് അവൻ വലിയ ശക്തനാണ്, നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്ക് കഴിവൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ പരാജിതരെ പോലെ ജീവിക്കേണ്ടവരാണെന്നുള്ള രീതിയിൽ പിശാച് പോരാടുന്ന കാര്യമുണ്ട്. എന്നാൽ യോശുവയുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനം കനാൻ ദേശത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ ഓരോ ശത്രുക്കളെയും യോശുവ കീഴടക്കി ഉണ്ടായി. അവിടെ ഓരോ ശത്രുക്കളും യോശുവയ്ക്കെതിരെ ഭയങ്കരമായി പൊരുതി നിന്നു. അപ്പൊ പൊരുതി നിൽക്കാനായിട്ട് ദൈവം അവർക്കൊരു അനുവാദം കൊടുത്തു, അല്ലെങ്കിൽ ദൈവം തന്നെ അതിനകത്തൊരു പ്രവൃത്തി ചെയ്തു. ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. യോശുവയുടെ പുസ്തകം 11 20 വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമൂലമാക്കുകയും കരുണ കൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം അവർ നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയിരുന്നു. ഇവരെ ഇനി കരുണ കൂടാതെ നശിപ്പിക്കാൻ ഒരു കാരണം ദൈവം അന്വേഷിച്ചിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി ദൈവം ചെയ്തതെന്നറിയാമോ? നെഞ്ചുറപ്പിച്ച് ഇസ്രായേൽ ജനത്തിന് നേരെ യുദ്ധത്തിന് പുറപ്പെടണം. അപ്പൊ അവര് ഭയങ്കര പവർഫുൾ ആണെന്നും ശക്തരാണെന്നും ഒന്ന് കാണിക്കട്ടെ. അത് തന്നെ ദൈവം ഒരു കാരണമായിട്ട് എടുത്തിട്ട് അവരെ കാരണം കൂടാതെ അല്ലെങ്കിൽ കരുണ കൂടാതെ നിർമൂലമാക്കി. അങ്ങനെ യോശുവ അവരെ പരാജയപ്പെടുത്തി. അപ്പൊ ശത്രു ഇപ്പോൾ ഭീഷണികളുമായോ വലിയ കടുത്ത നെഞ്ചുറപ്പോടെയൊക്കെ നിൽക്കുന്നു പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം കുറച്ചാളത്തേക്ക് നിർത്തുന്ന അതൊരു കാരണമാകും അവരുടെ പതനത്തിന്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, കർത്താവ് സകലവും നന്മയ്ക്കാക്കി മാറ്റും. ശത്രുവിന്റെ സകല തന്ത്രങ്ങളും നന്മയാക്കി മാറ്റും. നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന സകല പ്രതിബന്ധങ്ങളും ദൈവം നന്മയാക്കി മാറ്റും. യോസേഫ് കടന്നുപോയ അപമാനവും വേദനയും ചെറിയ പ്രായമല്ലേ, യൗവന പ്രായമല്ലേ, നിന്ദകളും പരിഹാസങ്ങളും കാരാഗ്രഹവാസവും ജയിൽ ശിക്ഷയൊക്കെ വളരെ അവനെ മുറിപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. അവന്റെ മനസ്സിനെ ഒത്തിരി മുറിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ
മിസ്രൈമിലെ ഒരു മന്ത്രിയായിട്ട് അവൻ അവരോധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞ 2 വാക്കുകൾ ശ്രദ്ധിച്ചേ. അത് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായത്തിൽ തന്റെ സഹോദരന്മാരോട് പറയുകയാണ് 5-ാം വാക്യത്തിൽ, നിങ്ങൾ എനിക്ക് നേരെ നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞു, നിങ്ങൾ എന്നെ വിറ്റുകളഞ്ഞു, എന്നാൽ ജീവരക്ഷയ്ക്കായി ദൈവം നിങ്ങൾക്ക് മുമ്പേ എന്നെ അയച്ചതാകും. നിങ്ങൾ എന്നെ വിറ്റു, പക്ഷെ ദൈവം നിങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ ജീവരക്ഷയ്ക്ക് വേണ്ടി എന്നെ അയച്ചതാണ്. 50-ാം അധ്യായം ഉൽപ്പത്തി 50-20 എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എനിക്ക് നേരെ ദോഷം നിരൂപിച്ചു, ദൈവമോ ബഹുജനത്തിന് ഗുണമാക്കി തീർത്തു. അപ്പോൾ കടന്നുപോയ വേദനകൾ വർണ്ണിക്കാൻ പറ്റാത്തതാണെങ്കിലും പിന്നീട് അത് ആ കുടുംബത്തിന് ഗുണമായി, ബഹുജനത്തിന്റെ രക്ഷയ്ക്ക്, ഇസ്രായേലിന്റെ മിസ്രൈമിലുള്ള സകല ജനത്തിനും നാട്ടുകാരായ അയൽ രാജ്യങ്ങൾക്കെല്ലാം യോസെഫ് മുഖാന്തരം വലിയ ഗുണമായി തീർന്നു. ഹല്ലേലൂയ. അതെ, നിങ്ങൾ ഉപദ്രവിക്കപ്പെടുമ്പോഴും പരിഹസിക്കപ്പെടുമ്പോഴും അപമാനിക്കപ്പെടുമ്പോഴും കാരണമില്ലാതെ നിങ്ങളെക്കുറിച്ച് തെറ്റായുള്ള കാര്യങ്ങൾ പറയുമ്പോഴൊക്കെയും ഒരു വലിയ വേദനയും വിലകൊടുപ്പും അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ അത് അനേകർക്ക് വേണ്ടി അത് നിമിത്തം ഒരു വലിയ ഫലം ഉണ്ടാക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. നിങ്ങൾ യോസേഫിനെ കുറിച്ച് പറയുന്നുണ്ട്, ഫലപ്രദമായ മുന്തിരിവള്ളി എന്ന്. എന്ത് ഫലം കൊടുത്തു? ഈ ഫലം കൊടുക്കാനായി അദ്ദേഹം കടന്നുപോയ വേദന എന്തൊക്കെയായിരുന്നു? പ്രിയമുള്ളവരെ, നിങ്ങളിലും ഒരു ഫലം അനേകർക്ക് കൊടുക്കുവാൻ, ഫലപ്രദമായ മുന്തിരിവള്ളി ആകാനായിട്ട് വലിയൊരു പെയിൻ നിങ്ങളും കൊടുക്കേണ്ടി വരും, നമ്മളും കൊടുക്കേണ്ടി വരും. അപ്പോഴാണ് ഫലപ്രദമായ മുന്തിരിവള്ളി. ഹല്ലേലൂയ. ഇന്ന് അനേകരിൽ ഫലമില്ല, കാരണം അവര് പ്രോസസ്സിലൂടെ പോകാൻ തയ്യാറല്ല. ചെത്തി വെടിപ്പാക്കും ദൈവം. കായ്ക്കുന്ന അധികം ഫലം കായ്ക്കുന്നതിന് വേണ്ടി ചെത്തിക്കൊണ്ടിരിക്കും. അതാണ് മുന്തിരിയുടെ തത്വം എന്ന് പറയുന്നത്. അങ്ങനെ മുന്തിരി പോലെ ദൈവം ചെത്തി വെടിപ്പാക്കി കഴിയുമ്പോൾ നല്ല ഫലങ്ങൾ നമ്മളിൽ ഉണ്ടാകും. അതുകൊണ്ട് ഇന്നത്തെ ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവര്, കടന്നു പോകുന്ന ദുഃഖങ്ങൾ, വേദനകൾ, അത് കുഞ്ഞുങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ വേദനയോ അല്ലെങ്കിൽ ശാരീരികമായ ക്ലേശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്നോ ഭാര്യയിൽ നിന്നോ പ്രിയപ്പെട്ടവരിൽ നിന്നോ നാം സ്നേഹിക്കുന്നവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന മുറിവുകളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമുക്ക് അപ്പോഴത്തേക്ക് വേദനയാണ്. പക്ഷേ ദൈവം അതിനെ നന്മയാക്കി മാറ്റും. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാം, ദൈവം ആ വിഷയങ്ങളുമെല്ലാം ദൈവം നിങ്ങൾക്കൊരു നന്മ വരുത്തട്ടെ. ഹല്ലേലൂയ. ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ ദാനിയേൽ സിംഹത്തിന്റെ കുഴിയിലേക്ക് എറിയപ്പെട്ടു. ഭക്തി നിമിത്തമാണ്, പ്രാർത്ഥിച്ചൊരു നിമിത്തമാണ്. വേറെ ഒരു അഴിമതിയും കാണിച്ചിട്ടല്ല, ഒരു തെറ്റും ചെയ്തിട്ടല്ല, പ്രാർത്ഥിച്ച നിമിത്തം. പക്ഷെ ദൈവം ദാരിയാവ് രാജാവിനെ കൊണ്ട് പറയിച്ചു, യഹൂദന്മാരുടെ ദൈവമായ യഹോവയായ ദൈവമല്ലാതെ വേറൊരു ദൈവമില്ല. കാരണം ഈ സിംഹത്തിന്റെ വായിൽ നിന്ന് വിടുവിപ്പാൻ ലോകത്തിൽ വേറൊരു ദൈവമില്ല. അങ്ങനത്തെ ഒരു സാക്ഷി അവിടെ ഉണ്ടായി. ഒരുവൻ വേദനയിൽ കൂടെ കടന്നു പോയത് കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. എസ്തറിന്റെ പുസ്തകത്തിൽ ഇതേ സംഭവം ഉണ്ട്. 4-ാം അധ്യായം 12-ാം വാക്യം, 8-ാം അധ്യായം 12-ാം വാക്യം. 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ഇസ്രായേൽ ജനത്തെ മുഴുവൻ നശിപ്പിക്കാനായിട്ട് ഹാമാൻ ഒരു ചീട്ട് കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഒരു കൽപ്പനയുടെ ഒരു പകർപ്പ്, ഒരു വിധി കൊണ്ടുവന്നു, വിധിപ്പകർപ്പ്. ഇപ്പൊ നമ്മൾ മതപരിവർത്തന നിരോധന ബില്ലെന്നൊക്കെ പറയുന്ന ഒരു ബില്ല് കൊണ്ടുവന്നു. അത് പൂരം എന്നാണ് ആ ചീട്ടിന്റെ പേര്. അതിനകത്തെ മുഴുവൻ വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, യഹൂദ ജാതി ആ നാട്ടിൽ ഇനി ഉണ്ടാകരുത്, ഇത്രയാണ് വിഷയം. എന്നാൽ 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ വന്നപ്പോഴേക്കും ആ ചീട്ടിനെ ദൈവം മാറ്റി ഇസ്രായേൽ ജനത്തിന് മുഴുവൻ ആ നാട്ടിൽ വലിയ ജയം നൽകുകയും അവരെ കൊല്ലുന്ന തീരുമാനം മാറ്റിയിട്ട് അവർക്ക് മറ്റുള്ളവരെ കൊല്ലാനുള്ള അധികാരം കൊടുത്തു. അവർക്കൊരു ഉത്സവത്തിന്റെ ദിവസമാക്കി മാറ്റി. ചുരുക്കത്തിൽ പൂര് എന്ന് പറയുന്ന ആ ചീട്ടിനെ, നശിപ്പിക്കാനുള്ള ആ ചീട്ടിനെ അവർക്ക് ജയത്തിന്റെ ചീട്ടാക്കി മാറ്റി, പൂരീം എന്ന് പറഞ്ഞ ഉത്സവമാക്കി മാറ്റി. അതെ, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർക്കുന്നെന്ന് 33-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നവർ, എൻ്റെ രട്ടയിച്ച് എന്നെ സന്തോഷം ഒടിപ്പിക്കുന്നു. 30-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നു, 30-ാം സങ്കീർത്തനത്തിൽ, നീ എൻ്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കുന്നു, രട്ടയിച്ച് എന്നെ സന്തോഷം ഉടിപ്പിക്കുന്നു. അതെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ കഷ്ടതകളും എല്ലാ ശോധനകളും ദൈവം നന്മയാക്കി മാറ്റും. ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല. ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. ലഭിക്കേണ്ട, നിരാശപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, കഴിഞ്ഞ കാര്യങ്ങൾ നഷ്ടമായവയെ കുറിച്ച് വേദനിക്കേണ്ട, അതും ദൈവം നന്മയാക്കി മാറ്റും. പ്രിയ കർത്താവേ, ഞങ്ങൾ ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ആരൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെ നഷ്ടങ്ങളെ, അത് ആരോഗ്യമായിട്ടാണെങ്കിലും കർത്താവെ അനുഗ്രഹങ്ങളായിട്ടാണെങ്കിലും തലമുറയുടെ നന്മകളായിട്ടാണെങ്കിലും ഒക്കെ നഷ്ടപ്പെട്ടു പോയ ബന്ധങ്ങളാണെങ്കിലും
ഒരുപാട് വേദനപ്പെട്ട് നുറുങ്ങിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കൂടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, അവരുടെ ജീവിതത്തിലെ ആ നഷ്ടങ്ങളെ ദൈവം നന്മയാക്കി മാറ്റും. ഞങ്ങളത് വിശ്വസിക്കുന്നു. അവിടത്തേക്ക് സകലതും സാധ്യമാണ്. എങ്ങനെ നടക്കുമെന്ന് ഞങ്ങൾ അറിയുന്നില്ലെങ്കിലും അത് ഈ മക്കളുടെ ജീവിതത്തിൽ കാണത്തക്ക രീതിയിൽ ദൈവം നന്മയാക്കി മാറ്റണമേ. ഇന്നെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ സകല ആരോപങ്ങളെയും അപമാന രീതികളെയും ഒക്കെ ദൈവം നന്മയാക്കി മാറ്റും. എല്ലാം നന്മയായി മാറും. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്യും. നിന്റെ മക്കൾക്ക് വേണ്ടി നന്മയാക്കി എല്ലാം മാറ്റുന്നതിനായി നന്ദി പറയുന്നു. യോസേഫിനെ മാനിച്ച ദൈവം, കർത്താവെ മൊർദെഖായിയെ മാനിച്ച ദൈവം, ദാവീദിനെ മാനിച്ച ദൈവം, ഞങ്ങൾ ആ ദൈവത്തെ വിശ്വസിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം. ജനത്തിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. സകലതും ദൈവം നന്മയാക്കി മാറ്റും. ഈ സന്ദേശം കുറെ പേർക്ക് പങ്കുവെക്കുമല്ലോ. ഗാഡ് ബ്ലസ് യു. ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ.